താനിന്ന് ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വരുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് 18 വയസ്സ് പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി കോളേജിലേക്ക് പോയത്. എന്നാൽ വൈകുന്നേരമായിട്ടും രാത്രിയായിട്ടും അവളെ കാണാതിരുന്ന വീട്ടുകാർ പാനിക്കായിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് അവളുടെ സഹപാഠിയായിരുന്ന അർഷിദ് സിംഗിന്റെ അച്ഛൻ ഇവരെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ മകൾ എന്റെ മകനെ കത്തി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു, അവനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഈ ഒരു അർഷിദ് സിംഗിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ നേരെ പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. കാരണം ഈ ഒരു പെൺകുട്ടി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അറിയില്ല എന്നാണ് അവൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ വന്നിട്ട് ഇവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള കഥ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുന്നത്. ഒരു വർഷത്തിന് മുമ്പ് ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് അർഷിദും ഈ ഒരു പെൺകുട്ടിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അവർ തമ്മിൽ അങ്ങനെ സുഹൃത്തുക്കളായി. പക്ഷേ ഈ ഒരു പെൺകുട്ടിയും മറ്റ് സുഹൃത്തുക്കളുള്ളത് അർഷിദിന് ഇഷ്ടമല്ലായിരുന്നു. മറ്റ് പെൺകുട്ടികളോട് പോലും ഇടപഴകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഒരു പെൺകുട്ടിക്ക് അർഷിദ് കൊടുത്തിരുന്നില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള പൊസസീവ്നെസ് അങ്ങേയറ്റമായപ്പോൾ ഈ ഒരു പെൺകുട്ടി അർഷിദുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തു. എന്നാൽ അതിനുശേഷവും അർഷിദ് ഇവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ ഒരു പെൺകുട്ടിയുടെ മറ്റൊരു സുഹൃത്തിന്റെ പേരിൽ ഒരു ഫേക്ക് ഐഡി ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഐഡിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു പെൺകുട്ടിയെ ആളൊഴിഞ്ഞൊരു പാർക്കിലേക്ക് ഇവൻ വിളിച്ചു വരുത്തുകയുമായിരുന്നു. അവിടെ വെച്ചിട്ട് കത്തി ഉപയോഗിച്ച് കുത്തിയും ശ്വാസം മുട്ടിച്ചും ഈ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അവളുടെ ശരീരം കത്തിച്ചു കളയാനും അവൻ ശ്രമിച്ചു. പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല 2 ഇടി കിട്ടിയപ്പോൾ അവനുള്ള കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെടുത്തു. ഇവനിപ്പോൾ ജയിലിലാണ്.